നമസ്കാരം. ഞാൻ ആക്ച്വലി ഗുരുജിനെ മീറ്റ് ചെയ്യാനാണ് ഇവിടെ വന്നത്. പക്ഷേ അദ്ദേഹം കുറച്ച് ലേറ്റാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മീൻ ബൈൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ ഉപയോഗിച്ച് ഞാനിവിടെ മെഡിറ്റേഷൻ ഇരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. അത് എക്സ്പീരിയൻസാണ്, പക്ഷെ അത് പറയാനോ ഇങ്ങനെ നമുക്ക് വിവരിച്ച് നൽകാനൊന്നും കഴിയില്ല. അത് ഒരിക്കലും എനിക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ഗുരുജി അങ്ങനെ പറഞ്ഞത്. ഫുള്ളായിട്ട് കഴിയുമ്പോൾ ഇതിനേക്കാളും എത്രയോ ഇരട്ടിയായിരിക്കും ആ കിട്ടുന്ന എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോഴേ ഊഹിക്കുകയാണ്. ഏകദേശം ഞാനൊരു 6 വർഷമായി ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശാംഭവി മഹാമുദ്രയാണ് ഞാൻ ചെയ്യുന്ന സാധനം. അപ്പോൾ അതിലൂടെ ചെറിയ എക്സ്പീരിയൻസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, കന്യാകുമാരി ദേവി ടെമ്പിളിൽ പോയപ്പോഴും ചാമുണ്ടേശ്വരി ടെമ്പിളിൽ പോയപ്പോഴും പിന്നെ സദ്ഗുരുവിൻ്റെ ധ്യാനലിംഗ, അവിടെയെല്ലാം എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വളരെ സാധാരണ ഒരു സ്ഥലത്തേക്കാളും ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഇരുന്നതും, പക്ഷേ ആ തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു യോഗലിംഗേശ്വര ടെമ്പിൾ ഇത്രയും ആൾക്കാരിൽ എത്തട്ടെ. നമസ്കാരം.